ഹായ് ഗായ്സ്, നമസ്കാരം. ഇന്നത്തെ ചില കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചോറ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഏറ്റവും ഉള്ളിയാണ്, നല്ല കുനുകുന അരിഞ്ഞ ഉള്ളി. പിന്നെ അതിലേക്ക് ചപ്പ് വേണം, നല്ല പച്ചമുളക് വേണം, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്ന് ചെറുതാക്കി അരിഞ്ഞതാവണം. കാരണം വടയിലത് മിക്സായി പോകണം അതിൻ്റെ മാവിൻ്റെ കൂടെ. പിന്നെ കൂടാതെ ഉള്ളത് ജീരകമുണ്ട്, വലിയ ജീരകം, കുരുമുളക്, കായപ്പൊടി. പിന്നെ ചോറ് വേണം, നല്ല പഴഞ്ചോറ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടത് മിക്സിയിലേക്ക് ചോറും തൈരും ഇട്ടിട്ടടിക്കുക. തൈര് ഞാൻ പറയാൻ വിട്ടുപോയി, തൈരും വേണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചോറുക്ക് 1 കപ്പ് അരിപ്പൊടി മതിയാവും. കൂടുതൽ അരിപ്പൊടി ആയി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി പോകും. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഉപയോഗിക്കുക. പിന്നെ വെള്ളം തീരെ കൂട്ടാതിരിക്കുക. മിക്സി അടിയൊന്നുമില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു തൈര് കൂടി കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരിയും. തൈരും വളരെ കുറച്ച് മതി. കുറച്ച് കഴിഞ്ഞാൽ വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും തൈര്. നമ്മൾ അടിച്ചെടുത്ത തൈരും ചോറും കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിലേക്ക് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തെടുക്കുക. ശേഷം കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല മിക്സ് ആവുന്നവരെ കുഴച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റുന്ന രൂപത്തിൽ അത്രയ്ക്ക് ഹാർഡായിട്ട് ഒരിക്കലും ഈ മാവ് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപ്പിടണം. അപ്പം ഉപ്പ് ഞാൻ ലൈറ്റായിട്ടാണ് മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കുകയാണ്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ വട കയ്യിലിട്ട് ഒരു വട ഷേപ്പിലേക്ക് മാറ്റിയതിന് ശേഷം മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് നോക്കാം. പിന്നെ ഇത് വിചാരിച്ചത്ര സിമ്പിളല്ല വടയാക്കി മാറ്റാന്ന് പറയുന്നത്. കാരണം അത്രയും ഫ്ലെക്സിബിളാണ് അതിൻ്റെ മാവ്. അപ്പം കുറച്ച് റിസ്ക്കാണ്. പക്ഷേ കൈ നന്നായി നനയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണമയത്തിന് വേണ്ടിയിട്ട് ഓയിലോ എന്തെങ്കിലും കയ്യിൽ പുരട്ടിയതിന് ശേഷം വടയാക്കി മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് അതേപോലെ എണ്ണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. പിന്നെ കുറച്ച് സമയം ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് മൂക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അങ്ങനെ ആദ്യത്തെ വട റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മൂക്കണം എന്ന് തോന്നുന്നു. ഏതായാലും തുറന്ന് നോക്കാം, ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉള്ള വടയാണ് ഈ കാണുന്നത്. ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് പോരെ, കുറച്ചും കൂടെ മൂക്കണം. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സ്പോഞ്ച് പോലെ ആവുള്ളൂ.
അടുത്ത മുതൽ നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. നല്ല സൂപ്പർ ക്രിസ്പി ടേസ്റ്റി വടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇതിന് വേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.